ഒരു വിഷയത്തിലെ അതിന്റെ ന്യായവും അന്യായവും പറയുന്നതിന് പകരം വ്യക്തി അധിക്ഷേപം നടത്തുക, വ്യക്തിഹത്യ നടത്തുക, അതിലൂടെ യഥാർത്ഥ അജണ്ടയെ വഴിമാറ്റുക എന്നുള്ള ലക്ഷ്യമാണ്. ഒരു മനുഷ്യനെ ഏറ്റവും അധികം തളർത്താൻ പറ്റും ഒന്നെങ്കിൽ കായികമായി ആക്രമിച്ച് ശരിപ്പെടുത്തുക, അല്ലെങ്കിൽ വ്യക്തി അധിക്ഷേപം നടത്തലാണ്. ഒരു മന്ത്രി എന്ത് പ്രവർത്തനം നടത്തി, എന്ത് നടത്തിയില്ല, അതിലെ പോരായ്മ എന്ത്, അതിലെ ഗുണമെന്ത് എന്ന് ചർച്ച ചെയ്യാം, വിമർശിക്കാം. അതിന് പകരം വ്യക്തി അധിക്ഷേപം നടത്തിയാൽ ആകെ തളർത്തിക്കളയാം, ആത്മവിശ്വാസം അങ്ങനെ തളർത്തിക്കളയാമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അതിന് നിന്നു കൊടുക്കുന്നവരല്ല കമ്മ്യൂണിസ്റ്റുകാരും ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരും അല്ല. BJP-യുടെ നേതാക്കൾ ഇങ്ങനെ സർക്കാർ പരിപാടിയിൽ ഒരു റോളുമില്ലാത്ത BJP-യുടെ സംസ്ഥാന നേതാക്കന്മാർ കയറിയിരിക്കട്ടെ, ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾ അവരെ വലിച്ചു താഴ്ത്തുന്നു. അതാ ഇവിടെ ഈ പദ്ധതിയുടെ ഉദ്ഘാടനം, അത് എല്ലാവരെയും ഒന്നിപ്പിച്ച് നടത്തേണ്ട ഉദ്ഘാടനമാണ്. ആ ഉദ്ഘാടനത്തിൽ നിന്നും ഉത്തരവാദിത്തപ്പെട്ടവരെ അർഹതപ്പെട്ട പരിപാടിയിൽ പങ്കെടുപ്പിക്കാതെ മാറ്റി നിർത്തുന്നു. പകരം BJP എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനെ മുഖ്യാതിഥിയാക്കുകയാണ്. ഇത് എവിടുത്തെ ന്യായമാണ്? ഇത് ജനാധിപത്യപരമാണോ? കേരളത്തിൽ LDF സർക്കാരിനെ തെരഞ്ഞെടുത്ത ജനങ്ങളാണ്, ജനങ്ങൾ തെരഞ്ഞെടുത്ത സർക്കാരാണ്. അതുകൊണ്ട് ഇത് കേരളത്തിലെ ജനങ്ങളെ അപമാനിക്കലാണ്. ഞങ്ങൾ എത്രയെത്ര പരിപാടികൾ കേരളത്തിൽ, പ്രധാനപ്പെട്ട പദ്ധതികൾ, സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതികൾ ഉദ്ഘാടന പരിപാടി നടത്തിയിട്ടുണ്ട്. അതിലെവിടെയെങ്കിലും CPIM-ൻ്റെയോ CPI-യുടെയോ അല്ലെങ്കിൽ LDF-ൻ്റെയോ നേതാക്കന്മാർ, CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറിയോ CPI-യുടെ സംസ്ഥാന സെക്രട്ടറിയോ ഒക്കെ വന്നിരുന്നിട്ടുണ്ടോ? CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ MLA കൂടിയാണ്, എന്നിട്ടും ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല. അത് ശരിയായ രീതിയല്ല, നമുക്കറിയാം. ഇപ്പോൾ ചൂരൽമലയിൽ, വയനാട്ടിൽ വീട് വെച്ച് നൽകിയ പദ്ധതി, അതിൻ്റെ മറ്റു ചില വിവാദങ്ങളാണെന്ന് ചർച്ച ചെയ്തത്. പക്ഷേ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം ഉണ്ടായിരുന്നു. അന്ന് 4 മന്ത്രിമാരാണ് മുഖ്യമന്ത്രിക്ക് പുറമെ ആ പരിപാടി പങ്കെടുത്തത്. അധ്യക്ഷൻ റവന്യൂ മന്ത്രിയായിരുന്നു. പിന്നെ ഞങ്ങൾ 3 മന്ത്രിമാർ, അവിടെ ഈ പ്രശ്നമുണ്ടായ അന്ന് മുതൽ ചുമതലപ്പെടുത്തിയ ഞങ്ങൾ 3 മന്ത്രിമാർ ഉണ്ടായിരുന്നു. ഞങ്ങൾ സമയക്കുറവ് മൂലം ഞങ്ങൾ തീരുമാനിച്ചു, അതിൽ ആ വയനാട് ജില്ലയിൽ നിന്നുള്ള മാനന്തവാടി MLA കൂടിയായ കേളു മിനിസ്റ്റർ സംസാരിച്ചാൽ മതി, ഞാനും AK ശശീന്ദ്രൻ മിനിസ്റ്റർ സംസാരിക്കേണ്ടെന്ന് തീരുമാനിച്ചു. അപ്പം തന്നെ ഞങ്ങൾ ആലോചിച്ചു, അവിടുത്തെ MLA UDF MLA ആണ്, എന്നാൽ അവിടുത്തെ MLA നിർബന്ധമായും സംസാരിപ്പിക്കണം. കാരണം അത് സിറ്റിംഗ് MLA ആണ്. വേണമെങ്കിൽ ഞങ്ങൾക്കൊരു തീരുമാനം എടുക്കായിരുന്നു, 2 മന്ത്രിമാരായ ഞങ്ങൾ സംസാരിക്കുന്നില്ല, പകരം MLA വേണ്ട. പക്ഷെ അത് തീരുമാനിക്കാത്തത് ജനാധിപത്യത്തിൽ ചില മര്യാദകളുണ്ട്. ആ മര്യാദകൾ പാലിക്കണമെന്നുള്ളത് കൊണ്ടാണ്. ആ മര്യാദകൾ പാലിക്കപ്പെടുന്ന കാര്യത്തിൽ ഇവിടെ എത്രത്തോളം കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോയി എന്നുള്ളത് എല്ലാവരും കണ്ടതാണ്. അല്ല, വിഴിഞ്ഞം പദ്ധതിയുടെ സമയത്ത് ഉത്തരവാദിത്തപ്പെട്ട ഞങ്ങളുടെ മന്ത്രിമാർ അവിടെ ഇരുന്നിട്ടുണ്ട്. ഞങ്ങൾ കുറേ മന്ത്രിമാർ, ധനകാര്യമന്ത്രി ഉൾപ്പെടെ സദസ്സിലാണ്. അതിലൊന്നും ഞങ്ങൾ പരാതിപ്പെട്ടില്ല. പക്ഷെ ഞങ്ങൾ പെട്ട പരാതി BJP സംസ്ഥാന അധ്യക്ഷൻ അവിടെ സ്റ്റേജിൽ മുഖ്യാതിഥിയായിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം തന്നെ സദസ്സും തന്നെ അന്ന് ഞങ്ങൾ പ്രതികരിച്ചിട്ടുണ്ട്. ഇതാ കിട്ടിപ്പോയൊരു അവസരമെന്ന് തോന്നുന്ന നിലയിൽ ഇപ്പം അങ്ങോട്ട് വെട്ടിയതാണെന്നൊക്കെ ചിലർ പറഞ്ഞു. ഈ വെട്ട് ഞങ്ങൾക്ക് നേരെയല്ല, ഈ വെട്ട് രാഷ്ട്രീയമായി BJP-ക്ക് നേരെ തന്നെയുള്ള വെട്ടാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ജനങ്ങളുടെ മനസ്സിൽ LDF സർക്കാർ ഇതിൽ നടത്തിയ ഇടപെടൽ പ്രത്യേകിച്ച് ആരെങ്കിലും പറയേണ്ടതില്ല. ഇതിന് ഇങ്ങനെ ഉദ്ഘാടന പരിപാടിയിൽ നിന്ന് ചവിട്ടി പുറത്താക്കിയിട്ട് നിങ്ങൾ ഇതിലൊരു പങ്കും വഹിച്ചിട്ടില്ല എന്ന് തോന്നുന്ന നിലപാട് സ്വീകരിച്ചാൽ അത് വിശ്വസിക്കാൻ മാത്രം വിഡ്ഢികളല്ല കേരളത്തിലെ ജനങ്ങൾ. ഒരു വിഷയത്തിലെ അതിന്റെ ന്യായവും അന്യായവും പറയുന്നതിന് പകരം വ്യക്തി അധിക്ഷേപം നടത്തുക, വ്യക്തിഹത്യ നടത്തുക, അതിലൂടെ യഥാർത്ഥ അജണ്ടയെ വഴിമാറ്റുക എന്നുള്ള ലക്ഷ്യമാണ്. ഒരു മനുഷ്യനെ ഏറ്റവും അധികം തളർത്താൻ പറ്റും ഒന്നെങ്കിൽ കായികമായി ആക്രമിച്ച് ശരിപ്പെടുത്തുക, അല്ലെങ്കിൽ വ്യക്തി അധിക്ഷേപം നടത്തലാണ്. ഒരു മന്ത്രി എന്ത് പ്രവർത്തനം നടത്തി, എന്ത് നടത്തിയില്ല, അതിലെ പോരായ്മ എന്ത്, അതിലെ ഗുണമെന്ത് എന്ന് ചർച്ച ചെയ്യാം, വിമർശിക്കാം. അതിന് പകരം വ്യക്തി അധിക്ഷേപം നടത്തിയാൽ ആകെ തളർത്തിക്കളയാം, ആത്മവിശ്വാസം അങ്ങനെ തളർത്തിക്കളയാമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അതിന് നിന്നു കൊടുക്കുന്നവരല്ല കമ്മ്യൂണിസ്റ്റുകാരും ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരും. ഞങ്ങൾ പഠിച്ച് വളർന്നു വന്നത് അങ്ങനെയല്ല. അതുകൊണ്ട് വ്യക്തി അധിക്ഷേപം നടത്തുന്നവർ വ്യക്തി അധിക്ഷേപം നടത്തിക്കോട്ടെ, ഞങ്ങൾ വിഷയത്തിന്റെ ന്യായം പറഞ്ഞ് മുന്നോട്ട് പോകും. രാഷ്ട്രീയത്തിൽ ആരോഗ്യകരമായ സംവാദങ്ങളും ചർച്ചകളുമാണ് വേണ്ടത്. അതിന് പകരം വ്യക്തിഹത്യകളും വ്യക്തി അധിക്ഷേപങ്ങളും നടത്തി 5 കൊല്ലം ചില കോണുകളിൽ നിന്നും തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അത് ചില കോണുകളിൽ നിന്ന് മാത്രമാണ്. അതേ അർത്ഥത്തിലാണ് കാണുന്നത്. അതിന് അതേ രീതിയിൽ മറുപടി പറയാൻ എന്തായാലും ഉദ്ദേശിക്കുന്നില്ല. അല്ല, BJP-യുടെ നേതാക്കൾ ഇങ്ങനെ സർക്കാർ പരിപാടിയിൽ ഒരു റോളുമില്ലാത്ത BJP-യുടെ സംസ്ഥാന നേതാക്കന്മാർ കയറിയിരിക്കട്ടെ, ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾ അവരെ വലിച്ചു താഴ്ത്തുന്നു. അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ PWD മന്ത്രിയെ തന്നെ ക്ഷണിച്ചിട്ടില്ല, അതിലും വലുതില്ലല്ലോ. PWD മന്ത്രിയെ ക്ഷണിക്കാത്ത ആദ്യത്തെ ദേശീയപാത ഉദ്ഘാടന പരിപാടി ഏതാണെന്ന് നാളെ ചോദ്യപേപ്പർ ചോദിച്ചാൽ ഉത്തരം പറയാൻ വേണ്ടി പറ്റും. അതുപോലെ ഒരു ചോദ്യം കൂടി ഞാൻ പറയാം. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ദേശീയപാത വികസനത്തിന് പണം ചെലവഴിച്ച സംസ്ഥാനം സർക്കാർ ഏതാണ് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് നാളെ പരീക്ഷയിൽ ചോദ്യമായി വരാം. ഉത്തരം LDF സർക്കാരാണ്. അത് ആര് വിചാരിച്ചാലും മാറ്റാൻ പറ്റില്ല.